കായംകുളം CPM-ൽ അച്ചടക്ക നടപടി. പുൽക്കണക്ക് ബ്രാഞ്ച് സെക്രട്ടറിയെയും അംഗത്തെയും പുറത്താക്കി. നടപടി ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന്. അച്ചടക്ക നടപടി വിഭാഗീയതയുടെ ഭാഗം എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. നിഷ ദിലീപ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. നിഷ, ഈ കുട്ടനാട് കായംകുളം CPM-ലൊക്കെ വിഭാഗീയത അതിരൂക്ഷമാണെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് എത്തിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? ആലപ്പുഴയിലെ CPM-ൽ വിഭാഗീയത അവസാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം കായംകുളത്തുണ്ടായ സംഭവം. കായംകുളത്തും പറഞ്ഞതുപോലെ കുട്ടനാട്ടിലുമൊക്കെ കടുത്ത വിഭാഗീയതയെ തുടർന്ന് പാർട്ടി അംഗങ്ങൾക്കെതിരെ നടപടി അടക്കം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുള്ളിക്കണക്ക് ബ്രാഞ്ച് സെക്രട്ടറിക്കും അംഗത്തിനുമെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. പാർട്ടി സമ്മേളനം തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയിലേക്കൊക്കെ പോകുന്നത്. പുള്ളിക്കണക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ ശ്യാം, മോഹനൻ പിള്ള എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി ഏരിയ സെന്റർ അംഗം ജനപ്രതിനിധിയായ വാർഡിൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് നടപടിക്ക് കാരണമായത്. 6 മാസം മുമ്പെടുത്ത നടപടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മരവിപ്പിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടപെട്ട് മരവിപ്പിക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടപെട്ട് മരവിപ്പിച്ച ഒരു നടപടി ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയിലേക്ക് പോകണമെന്ന് ഏരിയ കമ്മിറ്റിയും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും അടക്കമുള്ള ജില്ലാ കമ്മിറ്റിയിലുമുള്ള അംഗങ്ങൾ തീരുമാനത്തിലേക്ക് പോയി. അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ശക്തമായ വിഭാഗീയത, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടപെട്ട് മരവിപ്പിച്ച ഒരു കാര്യത്തിൽ വീണ്ടും തീരുമാനമെടുക്കണമെന്ന ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വവും ഒപ്പം തന്നെ കായംകുളം ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിഭാഗീയത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. കാരണം ഈ ഒരു ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ പോലും വാഗ്വാദങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട്, അതായത് പുറത്താക്കിയ ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടിക്കെതിരെ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ പോലും വാഗ്വാദങ്ങൾ ഉണ്ടായി. തുടർന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 10 അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് പോയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിർത്തിവെക്കാൻ പറഞ്ഞ നടപടി ജില്ലാ സെക്രട്ടറി തീരുമാനമെടുത്ത് നടപ്പാക്കിയതാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. പാർട്ടിയിൽ തന്നെ എത്രത്തോളം വിഭാഗീയത ഉണ്ട് എന്നും അത് എത്രത്തോളം വലുതാണെന്നും സൂചിപ്പിക്കുന്നതാണ് കായംകുളത്തെ പ്രശ്നങ്ങൾ. സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന സംഘടനാ തീരുമാനങ്ങൾ കായംകുളത്ത് ഏരിയ കമ്മിറ്റി നടപ്പാക്കാതിരിക്കുന്നത് ഒരു തുടർച്ചയായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കായംകുളത്ത് വോട്ടിംഗ് ശതമാനം വോട്ട് കുറഞ്ഞതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത തന്നെയാണെന്ന് നേതാക്കൾ തന്നെ ആരോപിച്ച് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഒന്നും അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കടുത്ത വിഭാഗീയത തന്നെയാണ് കായംകുളത്തും കുട്ടനാട്ടിലും ചേർത്തലയിലും ഒക്കെ CPM-ലുള്ളത്. നിഷ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ പോലും മാറ്റിമറിച്ച് ജില്ലാ നേതൃത്വം തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പും നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വിഭാഗീയത രൂക്ഷമാകുന്ന ഒരു പ്രവണതയുണ്ട്. മാത്രമല്ല, കൂട്ടരാജിയിലേക്ക് പലപ്പോഴും കൊണ്ടെത്തിച്ചിരുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ കൂടിയും ഉണ്ടായിട്ടുണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇനിയും സംസ്ഥാന നേതൃത്വം ഈ വിഷയങ്ങളിൽ കൂടുതലായി ഇടപെടുമെന്ന് കരുതണമോ? സംസ്ഥാന നേതൃത്വം ഇടപെടും. പക്ഷേ എന്നാൽ ഇടപെട്ടാൽ പോലും ആ ഒരു വിഭാഗീയതയുടെ ഫലങ്ങൾ രൂക്ഷമായി തന്നെ CPM-ന് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മളുടെ മുന്നിലുള്ളതാണ് കുട്ടനാട്ടിൽ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും ഒക്കെ ഇടപെട്ട് ഈ ഒരു കൂട്ടം പ്രവർത്തകർ, അതായത് 250-ലധികം CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ, അതായത് വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള ആളുകളാണ് CPI-ലേക്കും മറ്റു പാർട്ടികളിലേക്കും ഒക്കെ കുട്ടനാട്ടിൽ പോയത്. വലിയ വിഭാഗീയത തന്നെയായിരുന്നു കുട്ടനാട്ടിൽ ഉണ്ടായിരുന്നത്. ആ സമയത്തും സംസ്ഥാന നേതൃത്വവും ഒപ്പം മന്ത്രിയും ഒക്കെ ഇടപെട്ട് ചർച്ച നടത്തി അനുനയിപ്പിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഈ പറഞ്ഞ ആളുകളെല്ലാവരും തന്നെ CPM വിട്ട് മറ്റു പാർട്ടികളിലേക്കൊക്കെ ചേർക്കേറുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായാലും കായംകുളത്ത് അടുത്ത ദിവസം തന്നെ ഏരിയ സമ്മേളനങ്ങൾ ഉണ്ടാവും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ അച്ചടക്ക നടപടിയിലേക്കൊക്കെ പോയിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച ഉണ്ടായതിനെ കുറിച്ച് ഇപ്പോഴും കായംകുളത്ത് നേതാക്കന്മാർക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒക്കെ തന്നെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തപ്പോൾ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും
സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാൽ പോലും എത്രത്തോളം ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത പരിഹരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കടക്കം സംശയത്തിലാണ്. അനു. ശരി നിഷ.